എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം പ്രസംഗത്തിന് മറുപടിയുമായി പിണറായി വിജയൻ. ദൈവനാമം പറയുന്നവർക്കെതിരെ കേസെടുക്കുന്നുവെന്ന് പറഞ്ഞത് കള്ളം. ഇത്തരത്തിൽ ഒരു കേസെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ എന്ന് പിണറായിയുടെ വെല്ലുവിളി. ലാവ്ലിനിൽ കോടതി കുറ്റവിമുക്തനാക്കിയ തന്നെ പ്രതിയെന്ന് വിശേഷിപ്പിക്കുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി. വൈദ്യൻ സ്വയം ചികിത്സിക്കുന്നതാണ് ഉത്തമമെന്ന് റഫാൽ ചൂണ്ടിക്കാട്ടി പരിഹാസം. പരസ്യപ്രചാരണം 2 ദിവസം കൂടി മാത്രം. വോട്ടുറപ്പിക്കാൻ അവസാനവട്ട നീക്കങ്ങളുമായി 3 മുന്നണികളും. പ്രിയങ്ക ഗാന്ധിയും സ്മൃതി ഇറാനിയും നാളെ വയനാട്ടിൽ. ശബരിമല വിഷയത്തിൽ കേന്ദ്രം ഇതുവരെ ഓർഡിനൻസ് ഇറക്കാത്തത് എന്തെന്ന് രമേശ് ചെന്നിത്തല. തനിക്കെതിരെ കേസെടുത്തത് ഗൂഢാലോചനയെന്ന് ശ്രീധരൻ പിള്ള. കോൺഗ്രസ് ദേശീയ വക്താവ് പ്രിയങ്ക ചതുർവേദി പാർട്ടി വിട്ട് ശിവസേനയിൽ ചേർന്നു. കോൺഗ്രസിന് ഗുണ്ടകളാണ് നേതാക്കളെക്കാൾ പ്രധാനമെന്ന് പ്രിയങ്ക. മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച കമ്മീഷണർ ഹേമന്ത് കർക്കറയെ അധിക്ഷേപിച്ച് പ്രഗ്യാ സിംഗ് താക്കൂർ. തന്റെ ശാപം മൂലമാണ് കർക്കറെ മരിച്ചതെന്ന് BJP നേതാവ്. ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ 3 വയസ്സുകാരൻ മരിച്ചു. മാതാവ് ജാർഖണ്ഡ് സ്വദേശിനി ഹേനയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. കുട്ടികൾക്കെതിരായ പീഡനം തടയുന്നതിന് കർശന നിയമം കൊണ്ടുവരുമെന്ന് KK ശൈലജ. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. കുരിശിന്റെ വഴിയാത്രകളിൽ പങ്കാളികളായി ആയിരങ്ങൾ. കോൺഗ്രസ് വക്താവ് പ്രിയങ്ക ചതുർവേദി രാജിവെച്ച് ശിവസേനയിൽ ചേർന്നു. ഉത്തർപ്രദേശിൽ തന്നെ അപമാനിച്ച പാർട്ടി പ്രവർത്തകരെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രിയങ്ക രാജിവെച്ചത്. രാജിവെച്ച പ്രിയങ്ക ശിവസേനയിൽ ചേർന്നതായി അറിയിച്ചു. 10 വർഷം മുൻപാണ് താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നതെന്നും ഈ 10 വർഷം തനിക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയെന്നും രാഹുൽ ഗാന്ധിക്ക് അയച്ച കത്തിൽ പ്രിയങ്ക ചതുർവേദി പറഞ്ഞു. സ്ത്രീ എന്ന നിലയിൽ കോൺഗ്രസിൽ നിന്ന് തനിക്ക് നേരിട്ടത് കടുത്ത അപമാനമാണെന്നായിരുന്നു പ്രിയങ്ക ചതുർവേദി ട്വീറ്റ് ചെയ്തത്. സ്ത്രീവിരുദ്ധ നിലപാടാണ് പാർട്ടിയിലെ ചില നേതാക്കൾക്കുള്ളത്. തനിക്കെതിരെ പ്രവർത്തിച്ചവരെയും അപമാനിച്ച കോൺഗ്രസ് പ്രവർത്തകരെയും സംരക്ഷിച്ചു. അത്യന്തം വേദനയോടെയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചതെന്നും പ്രിയങ്ക ചതുർവേദി വ്യക്തമാക്കി. I can tell you very honestly, yes, I was seeking a ticket. I was hopeful that the party would give me an opportunity to politically represent the party. Being the voice of the party for so many years would have that faith in me to be able to take it to the next level. But there was never a doubt in my mind that if that decision did not have come my way, it will lead to any bitterness. That was never the reason. ആത്മാഭിമാനം പണയപ്പെടുത്തി പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് വ്യക്തമാക്കിയ പ്രിയങ്ക സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല പാർട്ടി വിട്ടതെന്നും പറഞ്ഞു. I was only giving you all an example and there was no way that the party expected me to push it. Considering I have gone public and have expressed my displeasure, but at the same time felt that there is a need to stand up for what I stand for, I have done that. ഉത്തർപ്രദേശിലെ മധുരയിൽ വെച്ച് പ്രിയങ്കയോട് അപമര്യാദയായി പെരുമാറിയ ചില നേതാക്കളെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം യാതൊരു നടപടിയും കൂടാതെ ഇവരെ തിരിച്ചെടുത്തു. ഇതിലുണ്ടായ വിഷമത്തിലാണ് പാർട്ടി വിടാൻ പ്രിയങ്ക ചതുർവേദി തീരുമാനിച്ചത്. മധുരയിൽ റഫാൽ സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെയാണ് പ്രാദേശിക നേതാക്കൾ പ്രിയങ്കയോട് മോശമായി പെരുമാറിയത്. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യയുടെ പിന്തുണയോടെയാണ് നേതാക്കളെ തിരിച്ചെടുത്തതെന്നാണ് ആരോപണം. ഇതിലുള്ള അതൃപ്തി പ്രിയങ്ക ചതുർവേദി മുതിർന്ന നേതാക്കളെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. തെരഞ്ഞെടുപ്പ് കാലത്തെ കൂടുമാറ്റങ്ങൾ ഇപ്പോൾ ഒരു വാർത്ത അല്ലാതാകുന്ന സാഹചര്യമാണ്. ഈ ചർച്ചയിൽ ശ്രീ PM മനോജ്, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ MT രമേശ്, ശ്രീ A സജീവൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ തുടങ്ങിയവർ. ആദ്യം ശ്രീമതി ദീപ്തി. പ്രിയങ്ക ചതുർവേദി കോൺഗ്രസിൻ്റെ മുഖമായി ടെലിവിഷൻ ചാനലുകളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. കോൺഗ്രസിൻ്റെ നിലപാടുകൾ നമ്മൾ പലരും അറിഞ്ഞത് പ്രിയങ്കയിലൂടെയാണ്. ചാനലിൽ അല്ലെങ്കിൽ AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ അവരെ പോലെ ഒരാൾ 24 മണിക്കൂർ കൊണ്ട് പാർട്ടിയെ ത്യജിച്ച് മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നുള്ളത് തീർത്തും അസ്വാഭാവികമാണല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഒരു സ്ത്രീയുടെ അന്തസ്സ് എൻ്റെ പാർട്ടിക്കകത്ത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന ഗൗരവതരമായ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവിടെ പ്രിയങ്ക ചതുർവേദി ഇറങ്ങുന്നത്. ഈ സൂചിപ്പിച്ച പോലെ പ്രിയങ്ക ചതുർവേദി പാർട്ടിയുടെ പോളിസി പറഞ്ഞിരുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് അവരുടെ മുഖത്ത് നിന്നാണ്, അവരുടെ നാവിൽ നിന്നാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയങ്ക ചതുർവേദിയെ ഞാൻ ഒരു 30 വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുള്ള ഒരാളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് പ്രിയങ്ക ചതുർവേദി പാർട്ടിയിൽ വന്നതെന്ന് പറയുന്നു. ആ 10 വർഷം തന്നെ എനിക്കതിൻ്റെ അകത്ത് സംശയമുണ്ട്. ഞാനിപ്പോൾ തർക്കിക്കാത്തത് എൻ്റെ അതിൻ്റെ പറയാനുള്ള എവിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്.
കഴിഞ്ഞ ഒരു 3 വർഷമോ 4 വർഷവുമായിട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയങ്ക എന്ന് പറയുന്ന ആൾ സ്പോക്സ് പേഴ്സണായിട്ട് AICCയുടെ സ്പോക്സ് പേഴ്സണായിട്ട് ഞങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൽ വരികയും വന്നപ്പോൾ തന്നെ ഏറ്റവും വലിയ പൊസിഷനുകൾ അലങ്കരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു സ്ത്രീയാണ്, ഒരു വ്യക്തിയാണ് പ്രിയങ്ക ചതുർവേദി. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ എത്രയോ സ്ത്രീകൾ വളരെ അതിശക്തമായി വർഷങ്ങളായി 30-40 വർഷമായി നിൽക്കുന്നു. ഇത്രയും സാധ്യതകളൊന്നും ആ സ്ത്രീകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയങ്ക ചതുർവേദി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, അവർക്ക് പാർലമെന്റിൽ മത്സരിക്കാൻ അവസരം തന്നില്ല, പ്രസ്ഥാനം അവസരം തന്നില്ല. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിനേക്കാൾ ഗൗരവതരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നവർ മനസ്സിലാക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ അവർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം അവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അവർ ഉദാഹരിക്കുന്നത് ഒരു കുടുംബാംഗത്താൽ മോശമായ പെരുമാറ്റത്തിന് വിധേയായ ഒരു സ്ത്രീ അവളുടെ അമ്മയോട് പരാതി പറയുമ്പോൾ അത് പരിഗണിക്കാതെ നമുക്ക് ഇത് പുറത്തറിയിക്കേണ്ട എന്ന് മൂടി വെച്ച് മുന്നോട്ട് പോകാൻ ആ അമ്മ തീരുമാനിക്കുന്നത് എത്ര ഷോക്കിംഗ് ആയിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അതുപോലെയാണ് ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച ആളുകളെ വീണ്ടും പാർട്ടിയിൽ അവരുടെ പദവികളിൽ തിരിച്ചെടുക്കുക എന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പ്രിയങ്ക ചതുർവേദിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആരും എന്ത് ഉപദ്രവിച്ചു എന്ന് പറയുന്നത്? പ്രിയങ്ക ചതുർവേദി ആരുപദ്രവിച്ചു എന്നാണ് പറയുന്നത്? അവർ കഴിഞ്ഞ ദിവസങ്ങൾ വരെ വളരെ പ്ലസന്റ് ആയിട്ട് വന്ന് കോൺഗ്രസിന്റെ പോളിസീസും കാര്യങ്ങളും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവരിപ്പോ ഈ 24 മണിക്കൂറിനുള്ളിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നാ പറയുന്നത്? 24 മണിക്കൂറിനുള്ളിൽ സംഭവിച്ചതല്ല. അവർക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പാർട്ടിയുടെ നിലപാട് ഉത്തർപ്രദേശിൽ മധുരയിൽ വിശദീകരിക്കുന്നതിനിടെയാണ് അവർ പാർട്ടി പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടത്. അവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്ത അവർ ഇന്നലെയാണ് അറിയുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ന് പാർട്ടി വിട്ടത്. പാർട്ടി പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്ത തന്നെ എനിക്കറിയില്ല, നിങ്ങളൊക്കെ ഇതിനു മുമ്പ് അറിഞ്ഞോ? ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. എന്ത് തരം അക്രമമാണ്? വാക്കുകൊണ്ട് എന്തെങ്കിലും പറയുകയാണോ ചെയ്തത്? അത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പരാതി പറയാനുള്ള വേദിയുണ്ട് പാർട്ടിയിൽ. പരാതി പറയാം. തീർച്ചയായിട്ടും അതിന് പരാതിക്ക് പരിഹാരം കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്തുണ്ട്. അതൊന്നും ചെയ്യാതെ 24 മണിക്കൂറിനുള്ളിൽ ഇത് ടോം വടക്കനും പ്രിയങ്ക ചതുർവേദി ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവർക്കൊന്നും നിലപാടില്ലാത്ത ആൾക്കാരാണ്. ഇവർ കോൺഗ്രസിൽ നിന്ന് ഉടനെ തന്നെ BJPയിലേക്കോ ശിവസേനയിലേക്കോ ആണ് ചാടുന്നത്. നിലപാടില്ല എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് അതിൽ നിലനിന്ന് പോരുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആളുകൾ ഏത് തരക്കാരാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയാണോ വേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചാണ് പ്രിയങ്ക ചതുർവേദി ഈ പ്രസ്ഥാനത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. അവരെ സംബന്ധിച്ച് പ്രസ്ഥാനം വലുതല്ല, അവർക്ക് പേഴ്സണൽ ഗെയിൻസ് ആണ് വലുത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഉണ്ടായത്. ശിവസേനയിലേക്ക് നേരെ പോവുകയല്ലേ ചെയ്യുന്നത്. അത് ഒരു വാലിഡ് പോയിന്റ് ആണ്. CPM മനോജ്, ടോം വടക്കൻ AICC മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ടോം വടക്കൻ BJPയിലേക്ക് പോയ സമയത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് ഇതേ പ്രിയങ്ക ചതുർവേദി പറഞ്ഞത് ഒരാൾക്ക് എങ്ങനെയാണ് അയാൾ വിശ്വസിച്ചു വന്നിരുന്ന പ്രത്യയശാസ്ത്രത്തെ, ഐഡിയോളജിയെ ഒരു ദിവസം കൊണ്ട് മാറ്റി എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. ഒരാൾ മുന്നോട്ട് വെച്ച ഐഡിയകൾ, ആശയങ്ങൾ എങ്ങനെയാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറ്റി വേറൊരു പ്രസ്ഥാനത്തിൽ, അതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിൽ ചേരാൻ കഴിയുക എന്നവർ വളരെ ആത്മാർത്ഥമായി ചോദിച്ചു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാൻ കഴിയുക? അത് കാപട്യമാണ് എന്ന് അന്ന് പ്രതികരിച്ച പ്രിയങ്ക ചതുർവേദി 1 മാസം കഴിയുമ്പോൾ ടോം വടക്കന്റെ അതേ പാത പിന്തുടർന്ന് ശിവസേനയിൽ ജോയിൻ ചെയ്യുന്ന കാഴ്ചയാണ് അവിടെയുള്ളത്. ഇതിലൊക്കെ പ്രാഥമികമായും വ്യക്തിപരമായ അത്യാഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നില്ലേ? അന്ന് പ്രിയങ്ക ചതുർവേദി ടോം വടക്കനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴ് നമ്മുടെ പ്രിയപ്പെട്ട ദീപ്തി മേരി വർഗീസ് നമ്മളോട് പറയുന്നത്. അത് കോൺഗ്രസ്സാണ്. ഈ കോൺഗ്രസിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ ദീപ്തി ഇവിടെ വിശദീകരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേ വാചകങ്ങൾ ഇപ്പോൾ അഭിലാഷ് ഉദ്ധരിച്ച വാചകങ്ങളുണ്ടല്ലോ, പ്രിയങ്ക അന്ന് ഈ ടോം വടക്കൻ പോയപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞത് അത് തന്നെ ദീപ്തിക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നു. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ ഈ 2 പേര്, അതായത് പ്രിയങ്ക ചതുർവേദിയും ടോം വടക്കനും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരായിരുന്നില്ല, 4 മെമ്പർമാരായിരുന്നില്ല. അവർ രാജ്യത്ത് കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു. മുഖം എന്ന് പറയുമ്പോൾ വാടക എടുക്കുന്ന മുഖമല്ലല്ലോ, കോൺഗ്രസ് അങ്ങനെ വാടക എടുക്കില്ലല്ലോ. അവർ ആ കോൺഗ്രസിൽ അണിചേരുന്നത് കോൺഗ്രസിൻ്റെ ആശയത്തോടും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോടുമുള്ള യോജിപ്പ് കൊണ്ടാണല്ലോ.
അങ്ങനെ യോജിപ്പില്ലെങ്കിൽ അവർക്ക് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറയേണ്ടി വരും. PROമാരെ വെച്ച് അവരെ വക്താക്കളായി അവതരിപ്പിച്ച് ഈ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്ന കോർപ്പറേറ്റ് കമ്പനിയാണ് കോൺഗ്രസ് എന്ന് ദീപ്തി കരുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുഖങ്ങളായി, കോൺഗ്രസിൻ്റെ AICCയുടെ തീരുമാനങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറിയ രണ്ടുപേരാണ് പ്രിയങ്ക ചതുർവേദിയും ടോം വടക്കനും. അവർ രണ്ടുപേരും ഇപ്പോൾ BJP, ഒരാൾ BJPയിലാണ്, മറ്റേയാൾ ശിവസേനയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ചാടിയില്ല, ചാടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ ധരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ചില സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ. ഇപ്പോൾ കണ്ണൂർ സ്ഥാനാർത്ഥി K. സുധാകരൻ പരസ്യമായി പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം, അതെൻ്റെ തീരുമാനമല്ലേ എന്നാണ്. അങ്ങനെ ചാടുന്നവർക്ക് BJP മാത്രമല്ല ഓപ്ഷൻ, ശിവസേനയും കൂടി ഓപ്ഷൻ ഉണ്ട് എന്നാണ് കോൺഗ്രസ് ഇത് തെളിയിച്ചത്. ഇത് കോൺഗ്രസ് ആണ് തെളിയിച്ചത്. ഇപ്പൊ പ്രിയങ്ക ചതുർവേദിക്ക് ഏതെങ്കിലും തരത്തിൽ ദുരനുഭവം ഉണ്ടായത് മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ്. അതെന്താണെന്ന് ശ്രീമതി ദീപ്തി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവരെ ഏത് തരത്തിലാണ് അപമാനിച്ചതെന്നും അവരുടെ പരാതി എന്തായിരുന്നുവെന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നടപടികളാണ് എടുത്തതെന്നും ആ നടപടികൾ എടുത്തത് ആരാണ് എന്നും നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ശ്രീമതി ദീപ്തി അതും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ശരി ഞാൻ മടങ്ങിയെത്താം. ശ്രീ സജീവൻ, ഒന്ന് കോൺഗ്രസ് ഒരു കേഡർ ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടി അല്ല, അതൊരു ആൾക്കൂട്ടത്തിൻ്റെ പാർട്ടിയാണ്. പലതരത്തിലുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ട്, മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ആ പാർട്ടി അധികാരത്തിലില്ല. BJPയോടോ അവരുടെ സഖ്യകക്ഷികളോടോ താരതമ്യം ചെയ്താൽ പണവും കുറവാണ്. അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഭാഗ്യാന്വേഷികളായ ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് മാറുക എന്നുള്ളത് അത്ഭുതത്തോടുകൂടി 100% അത്ഭുതത്തോടുകൂടി കാണേണ്ടതുണ്ടോ? അത് രാഷ്ട്രീയത്തിൽ അത്ര അപൂർവമല്ലാതെ നടക്കുന്ന കാര്യം തന്നെയല്ലേ? അല്ല, ഇതിലെ അത്ഭുതത്തിൻ്റെ ഒരു അംശവും ഇല്ല. കാരണം പ്രിയങ്ക ചതുർവേദി എന്ന കോൺഗ്രസിൻ്റെ മുൻ വക്താവ്, അവർ ഇപ്പോൾ ഇവിടെ ദീപ്തി തന്നെ പറഞ്ഞല്ലോ, അവർ കുറച്ച് കാലം 10 വർഷമായിട്ടേ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളൂ. അവരാകെ ചെയ്ത കോൺഗ്രസിന് വേണ്ടി അവർ ചെയ്ത സേവനം അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് AICC ആസ്ഥാനത്ത് നിന്ന് ഈ കാര്യങ്ങൾ പറയാമെന്ന് മാത്രമാണ്. ഇതിനു മുമ്പേ ടോം വടക്കൻ്റെ കാര്യം ഇതാണ്. ടോം വടക്കൻ, മലയാളിയായ ടോം വടക്കൻ കേരളത്തിൽ ആർക്കും പരിചിതനല്ലാത്ത ഒരാളാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ആളുകൾ അറിയാൻ തുടങ്ങിയത്. അല്ലാതെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു പേരായിരുന്നു ടോം വടക്കൻ്റേത്. അദ്ദേഹം അവിടെ ഡൽഹിയിൽ ആസ്ഥാനത്തിരുന്നിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു കാരുണ്യം കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയാൻ നിയോഗിക്കപ്പെട്ട ആളാണ്. ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, ഇവർ പോകുന്ന നമുക്ക് സ്വാഭാവികം. കാരണം അവർക്ക് അടുത്ത സ്ഥലത്ത് കുറേ കൂടി നല്ല പ്രതിഫലമോ അല്ലെങ്കിൽ ജോലിയോ ഒക്കെ കിട്ടാൻ അങ്ങോട്ട് മാറിപ്പോവും. നമ്മളെത്രയും ഇതിനേക്കാൾ നോക്കുക, SM കൃഷ്ണയെ പോലെ വളരെ കോൺഗ്രസിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാൾ, കേന്ദ്രമന്ത്രിയായിട്ട് ഒന്നല്ലല്ലോ പലതവണ വന്നിട്ടുള്ള ഒരാൾ, ക്യാബിനറ്റ് റാങ്കോട് കൂടി വന്നിട്ടുള്ള ഒരാൾ, കോൺഗ്രസിൽ നിന്ന് പരമാവധി പിഴിയാവുന്ന എല്ലാം പിഴിഞ്ഞ ആൾ പോലും അപ്പുറത്തേക്ക് മാറിയില്ലേ? അദ്ദേഹത്തിന് BJPയിൽ പോകാനൊരു മടിയുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പാർട്ടികളിൽ നിന്നും പോകുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന പാർട്ടികളെല്ലാവരും, കോൺഗ്രസ് ഉൾപ്പെടെ പ്രത്യേകിച്ച്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വെറും ആൾക്കൂട്ടം വന്നു പോയിരിക്കുന്ന ബസ്സിൽ കയറുന്ന പോലെ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി വേറെ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കാൻ തങ്ങളുടെ എന്താണ് ഈ കോൺഗ്രസിൻ്റെ ആശയവും അതിൻ്റെ ആദർശവും എന്താണ്, അതിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കണം. പിന്നീട് ഇവിടെ പ്രിയങ്ക ചതുർവേദിയുടെ അടുത്ത് പെരുമാറിയ കാര്യം, അതെല്ലാ പാർട്ടികളിലും ഇത്തരം പ്രവർത്തകരൊക്കെ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് ഉടൻ തന്നെ എന്നോട് പെരുമാറിയത് ഇങ്ങനെയൊക്കെ മോശമായി പെരുമാറി, അതുകൊണ്ട് ഞാൻ നേതാ പോകുന്നു, ഒന്നുകിൽ ശിവസേനയിലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റെല്ലാവരും പറയുന്നതനുസരിച്ച് അവർക്ക് സീറ്റ് കിട്ടിയില്ല. അവർക്ക് UPയിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു, അത് കിട്ടിയില്ല. അതിൻ്റെ കെറിവാണ് സത്യത്തിൽ കാണുന്നത്. അപ്പോൾ അധികാരമോഹം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ പ്രശ്നമാണ്. അത് ഈ പ്രിയങ്ക ചതുർവേദിയുടെ മനുഷ്യ സഹജം കൂടിയാണ്. അത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമായി കാണാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീമതി ദീപ്തി, എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം, ശരിയാണ്, AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് പാർട്ടിയുടെ നിലപാടാണ്, അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷേ പ്രിയങ്ക പങ്കെടുത്തിട്ടുള്ള പല ചാനൽ ചർച്ചകളിലും
അവർക്ക് കൃത്യമായി കോൺഗ്രസിൻ്റെ ഐഡിയയും ഐഡിയോളജിയും അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. വെറുതെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നില്ല, മറിച്ച് കഴമ്പുള്ള വാദങ്ങൾ ഉന്നയിക്കാൻ കഴിഞ്ഞിരുന്ന, കോൺഗ്രസിനെ നന്നായി ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് ആ സ്പോക്സ് പേഴ്സൺ പോകുന്നത് കോൺഗ്രസിന് നഷ്ടമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. അതുപോലെ ഒരാളെ എന്തുകൊണ്ട് പാർട്ടിയിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല, ഇങ്ങനെ വ്രണിത ഹൃദയായി പുറത്തു പോകേണ്ടി വന്നു എന്നുള്ളൊരു ചോദ്യമല്ലേ? ഇതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ പറയാനുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഏറ്റവും അധികം ആദരിച്ചിരുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു ശ്രീ കെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് പോയത്. അപ്പോൾ ശ്രീ കെ കരുണാകരൻ പാർട്ടിയിൽ നിന്ന് വിട്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടാണ് പോയത്. അത്രയും അതികായനായ, ഇന്നും കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന കെ കരുണാകരൻ പോലും പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഈ പ്രസ്ഥാനത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് ഈ 10 വർഷം ആയി എന്ന് പറയുന്ന ഈ പ്രിയങ്ക ചതുർവേദി കുറച്ചു കാലം സ്പോക്സ് പേഴ്സണായിട്ട് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കോൺഗ്രസിൻ്റെ ഐഡിയോളജി പറയും. അതിപ്പോൾ കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഇപ്പോൾ അഭിലാഷനും പറയാൻ പറ്റും, ഇവിടെ ഇരിക്കുന്ന സജീവനോ അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന പ്രിയപ്പെട്ട ഇവർക്കൊക്കെ പറയാൻ കഴിയും. അതെന്താണെന്ന് പഠിച്ചാൽ ആർക്കും പറയാൻ കഴിയും. പക്ഷേ അത് എത്രത്തോളം മനസ്സിൽ ഉൾക്കൊണ്ടു, എത്രത്തോളം ആത്മാവിൽ ഉൾക്കൊണ്ടു, എത്രത്തോളം ശക്തമായിട്ടാണ് പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പാർട്ടി പ്രവർത്തകനും മാത്രമേ അറിയുള്ളൂ അത്തരത്തിൽ പ്രതികരിക്കാൻ. ഇവിടെ പറഞ്ഞത് ഇവിടെ കോൺഗ്രസിന്റെ മുഖമാണെന്ന് പറയുന്നത് കേട്ടു. ഇവിടെ പ്രിയങ്ക ചതുർവേദി, പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ മുഖമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു തരാം. പ്രിയങ്ക ചതുർവേദി കോൺഗ്രസിന്റെ മുഖമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അംഗീകരിച്ചു തരാൻ പറ്റുന്നത്? രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖമായാണ്, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ മുഖമാണ്. ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ വരുന്ന ആളുകളെയൊന്നും കോൺഗ്രസിന്റെ മുഖം എന്ന അതിനെ അത്ര ചെറുതായി കണ്ടത് താങ്കൾ കണ്ടത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കോൺഗ്രസിന്റെ പോളിസി പറയാനാണ് വക്താക്കളെ വച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, CWC തീരുമാനിക്കും എന്താണ് ഓരോ കാര്യത്തിലും കോൺഗ്രസിന്റെ നയം എന്നുള്ളത്. ആ തീരുമാനിക്കുന്ന നയം മാധ്യമങ്ങളോട് പറയുക എന്നുള്ളതാണ് സ്പോക്സ് പേഴ്സന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അത് അവർ നല്ല ലാംഗ്വേജ് ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു, അവർ നന്നായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട്, അക്കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന, ഒരു പ്രസ്ഥാനത്തോട് കൂറുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു അവരെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നുവെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും പ്രസ്ഥാനത്തെ കൈവിടാൻ തയ്യാറാകുമായിരുന്നില്ല. ഇപ്പോൾ പ്രസ്ഥാനമല്ല അവർക്ക് വലുത്. അവരെ സംബന്ധിച്ച് അവർക്ക് ഓപ്പർച്യൂണിസ്റ്റ് ആണ്. അവർ പുതിയ ഓപ്പർച്യൂണിറ്റി തേടി പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഈ പറയുന്ന പോലെ ഇത് കോൺഗ്രസിൽ മാത്രമുള്ള പ്രതിഭാസമൊന്നുമല്ല. മഹാരാഷ്ട്രയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് കർഷക റാലിയിൽ പ്രസംഗിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾ ബംഗാളിൽ ചെന്ന് നോക്ക്, അവിടെ മുഴുവൻ CPM-ന്റെ ആളുകളും BJP-യിലേക്ക് പോയിരിക്കുകയാണ്. പാർട്ടി ഓഫീസ്, CPM-ന്റെ പാർട്ടി ഓഫീസ് BJP-യുടെ പാർട്ടി ഓഫീസായി മാറിക്കൊണ്ടിരിക്കുന്നു. ത്രിപുരയിൽ ചെന്ന് നോക്ക്. ഇതിപ്പം കോൺഗ്രസിലുള്ള വലിയൊരു പ്രതിഭാസമാണ് എന്നൊന്നും പറഞ്ഞ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ട. ഇത് നിലപാടില്ലാത്തവരുടെ ഒരു പ്രതിഭാസമാണ്. പാർട്ടി പ്രവർത്തനങ്ങളിൽ പ്രസ്ഥാനങ്ങളോട് നിലപാടില്ലാത്ത ചില ആളുകളുടെ ഒരു പ്രതിഭാസമാണ്. ശരി, അവിടെ ശ്രീ PM മനോജ്, ഇത് കോൺഗ്രസിന്റെ മാത്രം സവിശേഷത എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു കാലത്ത്, വാജ്പേയിയുടെ കാലത്ത് BJP-യിൽ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ആളുകളാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകർ. അത് അരുൺ ഷൂരിയെ എടുത്താലും ശത്രുഘ്നൻ സിൻഹയെ എടുത്താലും യശ്വന്ത് സിൻഹയെ എടുത്താലും ഒക്കെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. നിങ്ങളുടെ പാർട്ടിയിൽ ബംഗാളിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പാർട്ടിയുടെ ഭാഗമായിരുന്ന എത്ര ആളുകൾ ഇപ്പോൾ ഉണ്ട്? നമുക്ക് പേരെടുത്ത് പറയാൻ തന്നെ ആളുകളുണ്ടല്ലോ. ഋത്തപ്രതാപ് ബാനർജി ഒരു കാലത്ത് SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? ലക്ഷ്മൺ സേത്ത് മുതൽ ഖഗേൻ മുർമു വരെ പാർട്ടി വിട്ടുപോയവർ, അതല്ലെങ്കിൽ വേറെ നല്ല സ്ഥാനങ്ങൾ അന്വേഷിച്ചു പോയവർ, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം സവിശേഷതയാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ല, ഈ നിലപാടില്ലാത്ത ആളുകൾ ആകെ എന്താണ് കോൺഗ്രസിൽ പോയി ചേക്കേറുന്നത് എന്നതാണ് എൻ്റെ ഒരു സംശയം. കാരണം ഇപ്പോൾ SM കൃഷ്ണയുടെ പേര് പറഞ്ഞു, 6 മുൻ മുഖ്യമന്ത്രിമാർ, അതുപോലെ നിരവധി കേന്ദ്രമന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ, പിന്നെ സംസ്ഥാന മന്ത്രിമാർ, ഏതാണ്ട് 107 മുൻ MP-മാർ, കോൺഗ്രസിൻ്റെ MP-മാർ, അതുപോലെ 87 MLA-മാർ, ഇവരൊക്കെ കോൺഗ്രസിലായിരുന്ന ആളുകൾ ഇപ്പോൾ BJP-യിലാണ്. ഇങ്ങനെ കൂട്ടത്തോടെ പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ നോക്കുക, KS രാധാകൃഷ്ണൻ, ഇവിടെ
എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് കോൺഗ്രസിന്റെ അബ്ദുള്ളക്കുട്ടിയുടെ പേരും കൂടെ അവർക്കുൾപ്പെടെ ക്ലാസ് എടുത്ത ആളായിരിക്കും രാധാകൃഷ്ണൻ. ലിസ്റ്റ് ഉണ്ടാക്കി കോൺഗ്രസിന് ഐഡിയോളജി പഠിപ്പിക്കാൻ നിന്ന ആളാണ്. കോൺഗ്രസിന് ഐഡിയോളജി പഠിപ്പിക്കാൻ നിന്ന ആളാണ് രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണൻ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയാണ്. TP ശ്രീനിവാസൻ ഈ കോൺഗ്രസിന് വേണ്ടി എന്താ ശശി തരൂരിന് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിച്ച ആളാണ് TP ശ്രീനിവാസൻ. ഇന്നലെ പോയി മോഡിയുടെ കൂടെയാണ് നിന്നത്. ഇങ്ങനെ കോൺഗ്രസിൽ അണിനിരക്കുന്ന മുഴുവൻ ആളുകളും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാടില്ലാത്ത ആളുകളായി പോകുന്നത്? ഒരു ദിവസം കോൺഗ്രസ് ആണെങ്കിൽ അടുത്ത ദിവസം BJP ആണെന്ന് പറയാൻ ഒരു ലജ്ജയുമില്ലാത്ത ആളുകളായി പോകുന്നത് എന്നതാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് വ്യക്തികളുടെ നിലപാടില്ലായ്മയല്ല, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ശോഷണമാണ്, രാഷ്ട്രീയമില്ലായ്മയാണ് എന്ന്. കാരണം കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലെടുക്കുക, കേരളത്തിൽ BJPക്കെതിരാണ് പോരാട്ടം എന്ന് പലപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് BJPക്കെതിരെ, BJP നടത്തിയ കൊലപാതകങ്ങൾക്കെതിരെ, RSS നടത്തിയ കൊലപാതകങ്ങൾക്കെതിരെ ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ BJPക്കെതിരെയാണ് ഞങ്ങളുടെ നിലപാട്, RSSന്റെ ഇതുപോലുള്ള കൊലപാതക രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയത്തിനെതിരാണ് നിലപാട് എന്ന് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവരുടെ രാഷ്ട്രീയം നിലപാടില്ലായ്മയുടെ രാഷ്ട്രീയമാണ്. ശരി, ശബരിമലയുമായി ബന്ധപ്പെട്ട കോടതി വിധി, സുപ്രീം കോടതി വിധി വന്നപ്പോൾ അത് സുപ്രീം കോടതിയുടെ വിധിയല്ലേ, പരമോന്നത കോടതി വിധിയല്ലേ, അത് നടപ്പാക്കുകയല്ലാതെ മറ്റെന്ത് മാർഗം എന്ന് ചോദിച്ച ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് നേതാക്കളെല്ലാം അന്ന് ആ അഭിപ്രായക്കാരായിരുന്നു. പിറ്റേന്ന് BJP നിലപാട് മാറ്റിയപ്പോൾ ആ നിലപാടിന്റെ പിന്നാലെ പോകാൻ ഇവർക്ക് യാതൊരു അതാണ് കോൺഗ്രസിനെ കുറിച്ച് ഇടതുപക്ഷത്ത് നിന്ന് ഉയർത്തുന്ന വിമർശനം. അതിന് ശ്രീമതി ദീപ്തി മറുപടി പറയും. അതിന് മുൻപ് ശ്രീ A. സജീവൻ, അങ്ങനെ ഒരു പ്രശ്നം താങ്കൾ കോൺഗ്രസിന് മാത്രമായി കാണുന്നുണ്ടോ? നിശ്ചയമായും ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത ഇല്ലായ്മയാണ് ഈ കൂറുമാറ്റത്തിന് കാരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ കോൺഗ്രസിന്റെ ദർശനങ്ങളിൽ വിശ്വസിച്ചിരുന്നു എങ്കിൽ അവർക്ക് BJPയിലേക്ക് മാറാൻ കഴിയുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് അതിൻ്റെ അണികളെ സംബന്ധിച്ചായാലും അതിൻ്റെ നേതാക്കളെ സംബന്ധിച്ചായാലും അവരുടെ ദർശനത്തിൻ്റെ സമഗ്രത എന്താണെന്ന് ബോധിപ്പിക്കുന്നതല്ല, അല്ലെങ്കിൽ കൃത്യമായി രാഷ്ട്രീയം അവർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്ന് ഈ ഘട്ടത്തിൽ കാണേണ്ടി വരുമോ? അല്ല, ഇതിൽ ഈ മാറ്റം എന്ന് പറയുന്നതിനെ എല്ലാം കൂടി ഒരേപോലെ കണ്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ അരുൺ ഷൂരിയുടെയും മറ്റും മാറ്റം, അതും ഇതേപോലെ ഇവിടെയുള്ള ഈ പ്രിയങ്കയുടെ മാറ്റവും തമ്മിൽ ഒരേപോലെ താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ച ആളുകൾ, അതിൻ്റെ ഐഡിയോളജി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ആളുകൾ എത്രയോ മാറിയിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ ഈ തുടക്കകാലത്ത് തന്നെ നമുക്ക് നോക്കാം, കേളപ്പജിയെ പോലെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഏറ്റവും സജീവമായിരുന്ന ആളുകൾ, കേരള ഗാന്ധി എന്നറിയപ്പെട്ട ആൾ, അങ്ങനെയുള്ള ഒരാൾ കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നില്ലേ? അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് പോകുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ പോക്ക് പോകുന്നത്. ഇങ്ങനെ കുറേ പേര് പോകുന്നത് കാരണം ഐഡിയോളജി ശരിയായിട്ട് ഉണ്ടാവേണ്ട സോഷ്യലിസ്റ്റ് പാതയിൽ പോകേണ്ട ഒരു പ്രസ്ഥാനം അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് തോന്നുമ്പോൾ അതിനുപേക്ഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ചിലപ്പോൾ LK അദ്വാനിയെ പോലെ ഇത്രയധികം മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു നേതാവ് അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. കാരണം താൻ ഉയർത്തിക്കൊണ്ടുവന്ന, താൻ പലതവണ രക്ഷിച്ച ഒരാളാണ് പിന്നീട് തന്നെ ചവിട്ടി അരച്ച് ഒരു മൂലക്കിടുന്ന രീതിയിലേക്ക് പോകുന്നത്. എന്നിട്ട് അവസാനം സീറ്റ് പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെ വന്നിട്ട് പോലും അദ്ദേഹം ഇപ്പോഴും ഒന്നും പറയാതിരിക്കുക. അപ്പം അങ്ങനെ പല നേതാക്കന്മാരും പല രീതിയിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള ചില മാറ്റങ്ങൾ, ഇപ്പോൾ ടോം വടക്കൻ്റെയും ഇവിടെ പ്രിയങ്ക ചതുർവേദിയുടെ ഒക്കെ മാറ്റമെന്ന് പറയുന്നത് അത് വേറൊന്നുമല്ല. അത് അവസരം അതിന് നമ്മൾ നോക്കുക, ഇവർ പറഞ്ഞൊരു കാര്യം, അവരോട് എത്ര മോശമായ എന്തൊക്കെ പെരുമാറി എന്ന് പറഞ്ഞാലും ഉടൻ തന്നെ നേരെ പോകേണ്ടത് ഈ പാർട്ടി ഒന്നുകിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോവാം, അതിന് പകരം അപ്പുറം പോകുന്നു, ഒരു തണൽ തേടി പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ടോം വടക്കൻ ഉടൻ തൃശ്ശൂർ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ വേറെ എവിടെയും സീറ്റ് കിട്ടുമോ എന്ന് നോക്കി പോകുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധ്യതകളിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ള ഈ അവസരവാദ രാഷ്ട്രീയം അല്ല ഒരാൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോകുന്നു എന്നല്ല, ഈ അവസരവാദ രാഷ്ട്രീയം ഉണ്ടാകുന്നുണ്ട്. അത് താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസിൽ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതുണ്ടാകുന്നു. ഈ അവസരവാദം നോക്കിയിട്ട് നേരത്തെ ദീപ്തി തന്നെ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് അബ്ദുള്ളക്കുട്ടി എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ, അതുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഈ അവസരവാദികളുണ്ട്. ഈ അവസരവാദ രാഷ്ട്രീയം
മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ തങ്ങളുടെ ഐഡിയോളജി പഠിപ്പിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഇത്തരക്കാരെ അവസരം നോക്കി വരുന്ന ആളുകളെ വേർതിരിച്ചറിയാനും അവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരെ അകറ്റി നിർത്താനുള്ളൊരു അവരെ വലുതാക്കിയിട്ട് പിന്നെ പുറത്തേക്ക് വിടുന്ന പോകാൻ അനുവദിക്കുന്ന ഒരു രീതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപേക്ഷിക്കണം. അതേക്കുറിച്ചുള്ള ഒരു പൊതുവായ നിരീക്ഷണം ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ സജീവൻ ദയവായി തുടരുക. ശ്രീമതി ദീപ്തി, കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് DGP ആയിരുന്ന TP സെൻകുമാർ, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിരുന്ന TP ശ്രീനിവാസൻ, PSCയുടെ ചെയർമാനായിരുന്ന KS രാധാകൃഷ്ണൻ, ഇവരൊക്കെ ഇന്ന് BJP പാളയത്തിലാണ്, തൊട്ടു മുന്നത്തെ ഭരണത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്നവർക്ക് നാളെ BJP ആവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് ഈ സംഭവ വികാസങ്ങൾ കൊണ്ട്. അത്ര ഈസിയാണ്. ഈ പ്രിയങ്ക ചതുർവേദിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രം മാറുന്നത് പോലെ ഐഡിയോളജി മാറാം എന്നുള്ള അവസ്ഥ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അവിടെ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഐഡിയോളജിയിൽ ഒട്ടും ദൃഢത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനോട് ഒട്ടും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചന. ഇതിൻ്റെ അതിപ്പം പറഞ്ഞ പേരുകാരെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു മഹാരാജാസ് കോളേജിൽ. അദ്ദേഹമൊക്കെ ശരിക്കും ഗാന്ധിയനായി നമ്മൾ കണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്ന എന്താണ്? മഹാത്മാഗാന്ധിയെ മറന്നുകൊണ്ട് മഹാത്മാഗാന്ധിയെ വീണ്ടും വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ആവിഷ്കരണം നടത്തിക്കൊണ്ട് മഹാത്മാഗാന്ധിയെ വീണ്ടും കൊല്ലുകയും നാഥുറാം ഗോഡ്സെയ്ക്ക് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ സാഹചര്യം എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്? ആ സാഹചര്യത്തിന് ആരാണ് പിന്തുണ കൊടുക്കുന്നത്? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ പിന്തുണ കൊടുത്തില്ല എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അപ്പോൾ ഈ മാറിയ ആളുകളൊക്കെ അവരെയൊക്കെ കാണേണ്ടത് അങ്ങനെ തന്നെയാണ്. മഹാത്മാഗാന്ധിയിൽ നിന്ന് നാഥുറാം ഗോഡ്സെയിലേക്കുള്ള മാറ്റമാണ്. അതിന് ഇവരെ ഇത്രയും ഇവരൊക്കെ ഇത്ര മഹാന്മാരായിരുന്നു എന്ന് പറയാൻ എന്നെ പോലുള്ളവർക്ക് കഴിയില്ല. അവർ വിശ്വസിച്ചിരുന്ന ഐഡിയോളജിയിൽ നിന്നും മാറി, മഹാത്മാഗാന്ധിയിൽ നിന്ന് മാറി. ശ്രീ KS രാധാകൃഷ്ണനൊക്കെ ഗാന്ധിയൻ ഐഡിയോളജി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ ഷിഫ്റ്റ് വളരെ എളുപ്പമായത് ആ വ്യക്തികളുടെ പ്രശ്നമാണ്. അതെങ്ങനെയാണ് പ്രസ്ഥാനത്തിന്റെ? എത്രയോ ആളുകൾ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു. അബ്ദുള്ളക്കുട്ടി MLA ആയിരുന്ന അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെയുള്ളവർ CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നു. കോൺഗ്രസിലേക്ക് പോകുന്നതിനേക്കാളോ ഗൗരവമാണല്ലോ ഒരു തീവ്ര വലതുപക്ഷ കക്ഷിയിൽ. അതിപ്പോ ശിവസേന ആയാലും BJP ആയാലും എക്സ്ട്രീം ഐഡിയോളജിയെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളാണ്. അവിടേക്ക് പോവുക എന്നുള്ളതിന്റെ ഗൗരവം മറ്റൊന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ ഉപേക്ഷിച്ച് നാഥുറാം ഗോഡ്സെയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇവരൊക്കെ പോവുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ ശ്രീ മനോജ് സൂചിപ്പിച്ചതുപോലെ BJPയുടെ കൊലപാതകമൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്ന് പറയുകയുണ്ടായി. എല്ലാ കൊലപാതക രാഷ്ട്രീയത്തെ ഒരുപോലെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. നിങ്ങൾ ദിവസവും കൊലപാതകം നടത്തുകയാണ്. നിങ്ങൾ കൊലപാതകം നടത്തിയ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുകയാണ്. ജയരാജനെ സ്ഥാനാർത്ഥിയാക്കുക. CBI കണ്ടുപിടിച്ചതാ ജയരാജൻ കുറ്റക്കാരനാണെന്ന്. അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധത്തിലെ പ്രതികൾ അവർ പരോളിലിറങ്ങി എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ കാണിച്ചു കൂട്ടുന്നത്? നിശാ ക്ലബ്ബുകളിൽ നൃത്തമാടുന്നു, വിവാഹം കഴിക്കുന്നു. അവർക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കൊലപാതക രാഷ്ട്രീയം നടത്തിയാൽ, പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തിയാൽ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇന്ന് CPM മാറിയിരിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ട് കോൺഗ്രസ് എതിർക്കും. അതിൻ്റെ അകത്ത് യാതൊരു സംശയവും വേണ്ട. അതിപ്പോൾ BJP ചെയ്താലും CPM ചെയ്താലും കോൺഗ്രസ് അക്കാര്യത്തിൽ എതിർക്കും. ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, BJP ഒരു നിലപാടും അതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. BJP ചെയ്തത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ ചതിക്കുകയായിരുന്നു. CPM ചെയ്തത് എന്താണോ, CPM എന്താണോ വിശ്വാസി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാം. ദീപ്തി, എന്റെ ചോദ്യം, ഇപ്പോ കൊടിയെടുക്കാതെ സമരത്തിന് പോകാം എന്ന് നിലപാടെടുത്തിരുന്നല്ലോ. അന്ന് കൊടിയെടുക്കാതെ സമരത്തിന് പോയ ആളുകൾ പിന്നെ കാനൻ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ആ കൊടി വീണ്ടും എടുക്കാൻ പാർട്ടി ഓഫീസിലേക്ക് വരാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത്ര എളുപ്പമായിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് BJP ആവാൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല. ഈ പാർട്ടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ CPM-ൽ നിന്നും BJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിലപാടില്ലാത്ത ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊന്നും പുതിയ കാര്യമല്ല. ഇതിപ്പം ഈ ഒരു കാര്യം
കാര്യം പ്രിയങ്ക ചതുർവേദിയുടെ കാര്യം മാത്രം ഇവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അത് മാത്രം പറയാൻ നിവൃത്തിയുള്ളൂ. എത്രയോ CPM ൽ എത്രയോ ആളുകൾ BJP-യിലേക്ക് പോയിരിക്കുന്നു, BJP-യിൽ നിന്ന് എത്രയോ ആളുകൾ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള അവരുടെ മൊത്തം കാര്യങ്ങൾ, ആ പേരുകൾ മുഴുവൻ ലിസ്റ്റ് എടുക്കണം. CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയ ആളുകൾ, അതുപോലെ തന്നെ BJP-യിലേക്ക് പോയ ആളുകൾ. ഇതിപ്പം അവിടെ ഒന്നോ രണ്ടോ ആളുകളല്ല, ബംഗാളിൽ ചെന്ന് നോക്കിയാൽ മൊത്തത്തിൽ BJP-യിലേക്ക് പോവുകയാണ് CPM-ൽ നിന്ന്. ശരി, അതാണ് ശ്രീ PM മനോജ് ആക്ഷേപം. ഇതൊന്നും കോൺഗ്രസിന് മാത്രം എഴുതി കൊടുത്തിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. അല്ല, ഇതിപ്പോൾ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കണമല്ലോ. കാരണം സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിലും അതുപോലെ ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ സ്നേഹിക്കുന്ന ആൾ എന്ന നിലയിലും എനിക്ക് ആ കാര്യത്തിൽ ആ ഭാഷയിൽ മറുപടി പറയാനുള്ള ഒരു പ്രയാസമുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ്സിന് മാത്രം എന്താണ് ഈ നട്ടലുറപ്പില്ലായ്മ എന്ന് അവർക്ക് വലിയ വികാരമുണ്ട്. കാരണം കോൺഗ്രസ്സിൽ ഇങ്ങനെ നിലപാടില്ലാത്ത ആളുകൾ ഉണ്ടാവുന്നതിൽ അവർക്ക് വലിയ വികാരമുണ്ട്. എന്തായാലും CPIM-ൽ നിന്ന് ഒരാളും BJP-യിലേക്ക് പോയിട്ടില്ല. CPM-ൽ നിന്ന് ഒരാളും, അതായത് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ KV തോമസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, താങ്കൾ BJP-യിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഉത്തരം പറയാനില്ലാത്ത അവസ്ഥ CPM-ൽ ഒരാൾക്കും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഇല്ലാത്ത സിറ്റിംഗ് MP-മാരെ ആരെയും ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ CPM-ൻ്റെ സിറ്റിംഗ് MP-മാരെ തേടി താങ്കൾ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ പോകുമോ എന്ന് ചോദിക്കാൻ ഒരു മാധ്യമക്കാരനും ധൈര്യം കാണിച്ചിട്ടില്ല. അത് ദാർഢ്യം കൊണ്ടാണ്, അത് ആശയദാർഢ്യമാണ്, രാഷ്ട്രീയ ദാർഢ്യമാണ്. ആ ദാർഢ്യമില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഇത് പകല് കോൺഗ്രസും രാത്രി RSSും ആകുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് ഞാനോ അതുപോലെ അഭിലാഷോ സജീവനോ അല്ല, ശ്രീമതി ദീപ്തി മേരി വർഗീസിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് എന്ന് ഞാൻ കരുതുന്ന AK ആൻ്റണിയാണ്. ഒന്ന്. രണ്ട്, അവരുടെ തന്നെ അധ്യാപകനാണ് KS രാധാകൃഷ്ണൻ. കോൺഗ്രസിലെ പലരുടെയും അധ്യാപകരാണ്. അതായത് കോൺഗ്രസ്സുകാരെ എന്താണ് കോൺഗ്രസ് എന്നും രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ് എന്നും പഠിപ്പിച്ചു കൊടുത്ത ആളാണ്, അധ്യാപകരാണ്. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് അല്ല ശരി, രാഹുൽ ഗാന്ധി അല്ല ശരി, നിങ്ങളൊക്കെ കുഴപ്പക്കാരാണ്, കുടുംബാധിപത്യക്കാരാണ്, RSS ആണ് ശരി, മോദിയാണ് ശരി എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായില്ല, കൈക്കില കൂട്ടാതെ. അതുപോലെ TP ശ്രീനിവാസൻ, അദ്ദേഹം ചെയ്ത കുഴപ്പത്തിന് SFIക്കാരൊന്ന് പ്രതികരിച്ചപ്പോൾ എന്തായിരുന്നു ബഹളം ഇവിടെ. ഇതാ ഒരു സുപ്രഭാതത്തിൽ അവിടെയാണ്, മോദിയുടെ വേദിയിലാണുള്ളത്. അതായത് ഇത് മാത്രമല്ല, ഇവിടെ നിയമം, കേരളത്തിൽ ഏക MLA BJP MLA O രാജഗോപാലാണ്. ആ O രാജഗോപാൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ്. പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് അന്ന് UDFൻ്റെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേന്ദ്രൻപിള്ള തന്നെയാണ് പരസ്യമായി പറഞ്ഞത്, കോൺഗ്രസ്സുകാർ സഹായിച്ചില്ല എന്ന്. ഇപ്പോഴോ കെ സുധാകരന് വോട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന് RSSകാരനായ സ്വാമി ചിദാനന്ദപുരി പരസ്യമായി പറയുന്നു. അവിടെ മാത്രമോ? വടകരയിൽ ഈ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് കിട്ടുമോ എന്ന വെല്ലുവിളി അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിയപ്പോൾ BJPക്ക് മറുപടിയില്ല. അവിടെയും തീരുന്നില്ല. കൊല്ലത്ത് പ്രേമചന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ BJPയിൽ കുഴപ്പം നടക്കുന്നു. കോൺഗ്രസിന് യാതൊരു അഭിപ്രായവും പറയാനില്ല. ഇത് കൃത്യമായി BJP ആകാൻ മാത്രമല്ല, BJPയുമായി വോട്ട് കച്ചവടം നടത്താൻ പോലും അല്ല, സ്ഥിരമായി നടത്താൻ പോലും, BJPയുടെ വോട്ട് വാങ്ങാനും വിൽക്കാനും അതുപോലെ തിരിച്ച് അങ്ങോട്ട് സഹായം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടനയായി കോൺഗ്രസ് മാറിയതിൻ്റെ ദുരന്തമാണ് ഇത്. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ഉണ്ട്. അതുകൊണ്ടാണ് വടക്കൻ ഒരു ദിവസം ചാടി അങ്ങ് പോയത്. ശരി, അതുകൊണ്ടാണ് പ്രിയങ്ക ചതുർവേദിക്ക് ഒരു മടിയുമില്ലാത്തത്. PM മനോജ് ഉന്നയിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ CPM ഉന്നയിക്കുന്ന പ്രശ്നം, അവിടെ ശ്രീമതി ദീപ്തി രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം, ഈ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിൻ്റെ രാഷ്ട്രീയ രൂപമായ BJPയുമാണ്, നമുക്ക് അവരാണ് മുഖ്യ ശത്രു എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എത്ര പേർക്ക്, എത്ര കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊരു വലിയ പ്രശ്നമാണോ? അതുകൊണ്ടാണോ ഇത്ര അനായാസം? പ്രിയങ്ക ചതുർവേദി തന്നെ 2015 പറഞ്ഞത്, എങ്ങനെയാണ് ഒരാൾക്കൊരു സുപ്രഭാതത്തിൽ ഒരു ഐഡിയോളജി വിട്ടൊഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകാൻ കഴിയുക? വസ്ത്രം മാറുന്നത് പോലെ പാർട്ടി മാറാൻ കഴിയുമോ എന്ന് ചോദിച്ച ആളാണ് ഇന്ന് ശിവസേനയിൽ പോയി ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതല്ലേ പ്രശ്നം?
ഇതിപ്പം ഇവിടെ പറയേണ്ടത് ഈ CPM-ന്റെ നയം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇത് നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. CPM ഇപ്പോൾ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ മിസ്റ്റർ മനോജ് എന്നോട് വളരെ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. താങ്കൾ ബഹുമാനപൂർവ്വം സംസാരിക്കാതിരിക്കാൻ ഞാൻ മോശമായി യാതൊന്നും പറഞ്ഞില്ല. ഞാൻ സംഘടനാപരമായും രാഷ്ട്രീയപരമായ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. താങ്കൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ഞാൻ ക്ഷമയോദിക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ മര്യാദ കാണിക്കുന്നു, അതുകൊണ്ട് എന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. താങ്കൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. നിങ്ങൾ നവോത്ഥാനത്തിൻ്റെ മതിൽ പണിത ആളുകളാണ്. നിങ്ങൾ സ്ത്രീകളോട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേരിൽ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കേരളത്തിലെ ആളുകൾക്കറിയാം. അത് നിങ്ങളുടെ നേതാക്കന്മാർ MLA ഹോസ്റ്റൽ മുതൽ PK ശശി MLA ഉൾപ്പെടെ P ശശി നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി മാർച്ച് 8-ന് നിങ്ങൾ പിന്നെ വീണ്ടും പാർട്ടി സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തല്ലോ ലോക വനിതാ ദിനത്തിൻ്റെ അന്ന്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളോടുള്ള ബഹുമാനവും ഒന്നും താങ്കൾ പറയാതെ തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാവുന്നതാണ്. പിന്നെ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്ന കാര്യത്തിൽ നിങ്ങൾ പറയുന്നതിൻ്റെ അകത്ത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവുമുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യം നിങ്ങളോട് വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയാണോ പിന്തുണയ്ക്കുന്നത്, അതോ നരേന്ദ്രമോദിയാണോ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഘോരം കോൺഗ്രസിനെതിരെ പറയുന്നുണ്ടല്ലോ. BJP എന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു. വർഗീയ ഫാസിസ്റ്റ് ശക്തിയായ BJPയെ എതിർക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു, ഞാൻ ഡൽഹി പോയി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈ ഉയർത്തുമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഇടതുപക്ഷം അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളുണ്ട്. BJPക്കെതിരെയുള്ള ശക്തമായ ഫൈറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്നത്. BJP കഴിഞ്ഞ 5 വർഷക്കാലം എന്തൊക്കെയാണോ ഇന്ത്യ രാജ്യത്ത് ചെയ്തത്, ഇന്ത്യയെ എങ്ങനെയൊക്കെ തകർത്തു, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏത് രീതിയിലൊക്കെ ഇല്ലാതാക്കി, അതിനൊക്കെ എതിരെയുള്ള ശക്തമായ ഫൈറ്റ് നടത്താൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് എനിക്കും നിങ്ങൾക്കിനി അറിയില്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് സീതാറാം യെച്ചൂരിക്ക് അറിയാം. സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തവരാണ് കേരള ഘടകത്തിലെ നേതാക്കന്മാർ. എന്തിന്? കോൺഗ്രസുമായി അലയൻസ് വേണമെന്ന് പറഞ്ഞ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. അപ്പോൾ പ്രീ പോൾ അലയൻസ് നിങ്ങൾക്ക് കോൺഗ്രസുമായി ഇല്ല. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെയോ ആരെയോ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ നിലപാട്. ഇവിടെ 2 പേരേ ഉള്ളൂ, ഒന്ന് നരേന്ദ്രമോദി, ഒന്ന് രാഹുൽ ഗാന്ധി. ഇതിൽ ആരെയാണ് താങ്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചതുകൊണ്ട് ഒരിക്കലും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർക്കാനുള്ള കെൽപ്പില്ല, ശക്തിയില്ല. CPM-ഉം കോൺഗ്രസും പരസ്പരം പറഞ്ഞു തീർക്കൂ ശ്രീമതി ദീപ്തി. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ ചർച്ചാ വിധേയമായിരിക്കുന്ന വിഷയത്തിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രിയങ്ക ചതുർവേദിയോ ടോം വടക്കനോ മാത്രമല്ല, SM കൃഷ്ണ കഴിഞ്ഞ UPA സർക്കാരിലെ മന്ത്രിയായിരുന്നു, കർണാടകയുടെ മുൻ മുഖ്യമന്ത്രിയാണ്, വിദേശകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുപ്രഭാതത്തിൽ BJP ചേരാൻ ഒരു മടിയുണ്ടായില്ല. നജ്മ ഹെപ്തുള്ള രാജ്യസഭയുടെ ഉപാധ്യക്ഷയായിരുന്നു, പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു. നാരായൺ റാണെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരുന്നു. രാധാകൃഷ്ണ VK പാട്ടീൽ ഇതായി കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യനാണ്. റാവു ഇന്ദ്രജിത് സിംഗും ചൗധരി വീരേന്ദ്ര സിംഗും പുരന്തരേശ്വരിയും ഒക്കെ കഴിഞ്ഞ UPA സർക്കാരിലെ മന്ത്രിമാരായിരുന്നു. റീത്ത ബഹുഗുണ ജോഷി ദീപ്തിയുടെ നേതാവായിരുന്നു, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയായിരുന്നു, ബീഹാറിലെ PCC അധ്യക്ഷയായിരുന്നു. ജഗദംബിക പാൽ. ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് നോക്കിയാൽ ഇത്രയും സ്റ്റാർ വാർഡ്സ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്ന 5 വർഷം മുൻപ് വരെയും കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നവരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുന്നത്. എന്റെ മൗലികമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്ര എളുപ്പമാണോ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ എന്നുള്ളതാണ്. ഞാൻ ഈ അഭിലാഷ് ഈ ലിസ്റ്റ് കോൺഗ്രസിൽ നിന്ന് പോയവരുടെ മാത്രം ലിസ്റ്റ് എടുത്ത് സോർട്ട് ചെയ്ത് പറഞ്ഞത് എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ബാക്കിയുള്ള ലിസ്റ്റും കൂടെ താങ്കൾ എടുത്ത് പറയേണ്ടതായിരുന്നു. സ്വതന്ത്രമായി പറയുന്ന ഒരു സാഹചര്യത്തിൽ CPM-നും BJPയിൽ നിന്നും ഒക്കെ ഇത്തരത്തിൽ പോയ ആളുകളുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം അതിന് മറുപടി പറയുന്നു. ഞാൻ കുറച്ചു മുമ്പ് അബ്ദുള്ളക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഇത്തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കിയില്ല. എനിക്ക് ധാരാളം പേരുകൾ പറയാനുണ്ട്. എനിക്ക് ധാരാളം പേരുകൾ പറയാനുണ്ട്. എത്രയോ പേര് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. ഇപ്പൊ BJPയിൽ നിന്ന് പോയ ആളുകളുടെ പേര് താങ്കൾ തന്നെ ഇവിടെ പറയുകയുണ്ടായി. അതുപോലെ CPM-ൽ നിന്ന് പോകുന്ന ആളുകൾ, ഞാൻ മഹാരാഷ്ട്രയിലെ ഇവരുടെ പാർട്ടി സെക്രട്ടറിയുടെ കാര്യമാണ് ആദ്യം സൂചിപ്പിച്ചത്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് CPM-ന്റെ പാർട്ടി സെക്രട്ടറി മഹാരാഷ്ട്രയിലെ പാർട്ടി സെക്രട്ടറി അനുകൂലമായി പ്രസംഗിച്ചു പരസ്യമായി. എത്രയോ ലക്ഷങ്ങൾ കാണുകെ പ്രസംഗിച്ചു. കാർഷിക റാലി നടന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അതിൻ്റെ താങ്കൾ എടുത്തു വെച്ചതുപോലെ കൃത്യമായ പേരുകൾ എടുത്തു വെക്കാത്തത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകൾ, താങ്കൾ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പോയി എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തെങ്കിലും സംഭവിച്ചോ? ഈ പ്രസ്ഥാനം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ ഉത്തരാഖണ്ഡിലും നടന്ന തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ തിരിച്ചുവരവ് നടത്തുകയാണ്.
134 വർഷമായിട്ടും എത്രയോ ആളുകൾ നിങ്ങൾ പറഞ്ഞ പോലെ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്നു. ഈ പ്രസ്ഥാനത്തിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അതിശക്തമായി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഈ രാജ്യത്തെ മനസ്സിലാക്കിയ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. ആരൊക്കെ പൊഴിഞ്ഞു പോയാലും ഈ പ്രസ്ഥാനം നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നും ശക്തമായിട്ട് തിരിച്ചു വരുന്നത് തെരഞ്ഞെടുപ്പുകളിലൂടെ. ഞാൻ വെറുതെ എൻ്റെ വാക്കിലൂടെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പുകളിലൂടെ തിരിച്ചു വരികയാണ്. ശരി, എന്തായാലും തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ എന്തായാലും ഈ ശ്രീ എ സജീവൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുൻപ് ഇവിടെ കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങൾക്ക് CPM മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ. ശ്രീ PM മനോജ്, ഞാൻ പ്രത്യേക ഒരു ചോദ്യമായി ചോദിക്കുന്നില്ല, ഈ ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ താങ്കൾക്ക് മറുപടി പറയാം. അല്ല, കോൺഗ്രസ് ഉന്നയിച്ച വാദങ്ങളാണോ അല്ലെങ്കിൽ ഒരു ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ മറക്കാനും ആ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞ ചില കാര്യങ്ങളാണോ ഉത്തരം പറയേണ്ടത് എന്നൊരു വലിയ സംശയം എനിക്കുണ്ട്. എന്തായാലും ഒരു കാര്യം, അവർ സ്ത്രീ പ്രശ്നത്തെക്കുറിച്ച്, സ്ത്രീകളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനത്തെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് ഒരു സംശയമുള്ളത്, ഈ ബക്കറ്റ് വെള്ളം ടെന്നീസ് ഒരു ഭാഗത്ത്, അത് പറഞ്ഞ ആൾ വേറൊരു ഭാഗത്ത്, 2 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ്. അതിൽ ഏത് സ്ഥാനാർത്ഥിയെ ഇവർ പിന്തുണക്കുന്നു എന്ന ഒരു കാര്യം കൂടി കേട്ടാൽ കൊള്ളാം. 1. 2, കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെ പ്രതികളായിട്ടുള്ള 2 പേര് UDF സ്ഥാനാർത്ഥികളാണ്. അതും സ്ത്രീവിരുദ്ധമാണ്. ഏത് സ്ത്രീയാണെന്നൊക്കെ വേറെ നമുക്ക് ചർച്ച ചെയ്യാം. സ്ത്രീവിരുദ്ധമാണ്. അതുപോലെ സ്ത്രീകളെ പരസ്യമായി അപമാനിച്ച ഒരാൾ കണ്ണൂർ സ്ഥാനാർത്ഥിയാണ്, ഇലക്ഷൻ കമ്മീഷൻ നടപടി നേരിടുന്നതാണ്. ഇങ്ങനെ ഒരുപാടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുമായി കോൺഗ്രസിൻ്റെ ബന്ധവും സ്ത്രീകളോടുള്ള സമീപനവും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ CPM കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് ഇവിടെ മറുപടി പറയാതെ അത് വളരെ ഓക്വേർഡാണ്. അതുകൊണ്ട് അത് ഞാൻ പറയാൻ പോകുന്നില്ല. 1. 2, ഈ കോൺഗ്രസ് എന്താ ഇങ്ങനെയായി പോയതെന്ന് ഇപ്പോൾ ഇവർ പറയുന്നത്, ഞങ്ങൾ പോയി, നിലപാടില്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾക്ക്, എന്നാൽ പിന്നെ മറ്റവരും പോയിട്ടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ നല്ലവരല്ലേ എന്നാണ് ദീപ്തി പറയുന്നതിൻ്റെ സാരം. യഥാർത്ഥത്തിൽ ഇങ്ങനെ നിലപാടില്ലായ്മയുടെ ഭാഗമായിട്ടാണ് 404 നിന്ന് 44 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങിപ്പോയത് എന്ന് മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് എത്ര 200-ൽ താഴെ മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസും BJP നേരിട്ട് മത്സരിക്കുന്നത്. മനസ്സിലാക്കണ്ടേ? BJP-യുമായിട്ടാണ് മത്സരം എന്ന് പറഞ്ഞ് അവസാനം കേരളത്തിൽ CPI-യുമായി, CPI എന്ന് പറയുന്നത് CPM അല്ല, ഞാൻ CPM-ൻ്റെ പ്രതിനിധിയാണ്, LDF-ൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ CPI എന്ന് പറയുന്ന പാർട്ടി അത് കോൺഗ്രസുമായി സഹകരിച്ച് പോലും മതനിരപേക്ഷ മുന്നണി ഉണ്ടാക്കണമെന്ന് പരസ്യമായി ഒരു ഘട്ടത്തിൽ പറഞ്ഞ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രതിനിധി മത്സരിക്കുന്ന വയനാട്ടിൽ വന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മത്സരിക്കണമെന്ന് തോന്നുമ്പോൾ എന്ത് രാഷ്ട്രീയത്തെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്? വിഷയം അതാണ്. അപ്പോൾ ഇവർക്ക് തന്നെ അറിയില്ല ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന്. അത് സ്വാഭാവികമായും ഞങ്ങളൊന്നും ഒരിക്കലും ഏതെങ്കിലും ഒരു വക്താവിനെ അല്ലെ പാർട്ടി നയങ്ങൾ പറയാനുള്ള ആളുകളെ വാടകയ്ക്കെടുക്കാറില്ല, നാക്ക് വാടകയ്ക്കെടുക്കാറില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി നയം ജനങ്ങളെ അറിയിക്കാൻ ഈവൻറ്റ് മാനേജർമാരെ നിയോഗിക്കാറില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യം ഒരാൾ വന്നു, ടോം വടക്കൻ, നമുക്കല്ല ഇപ്പോൾ കേരളത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഈ ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തെ കാണുന്നത് തമാശ രൂപത്തിൽ. എന്നാലും നമുക്കല്ലേ തമാശയുള്ളൂ. കോൺഗ്രസിന് ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ടോം വടക്കൻ. അത് കഴിഞ്ഞ് ആ ടോം വടക്കൻ പോയപ്പോൾ അതിനിശ്ചിതമായ വിമർശനവും കോൺഗ്രസ് വികാരവുമായി നമ്മുടെ മുന്നിൽ വന്നത് രാഹുൽ ഗാന്ധിയുമല്ല, പ്രിയങ്ക ഗാന്ധിയുമല്ല, സോണിയാഗാന്ധിയുമല്ല, AK ആൻ്റണിയുമല്ല, ഈ പ്രിയങ്ക ചതുർവേദിയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ അഭിലാഷ് ആദ്യം തന്നെ പറഞ്ഞു. ആ പ്രിയങ്ക ചതുർവേദി ഇപ്പോൾ ടോം വടക്കൻ BJP-യിലാണ് പോയത്. അതിനേക്കാൾ തീവ്ര നിലപാടുകൾ എടുക്കുന്ന ഏത് നിലപാട്, അതായത് ശിവസേനയുടെ ചരിത്രം നമുക്കറിയാം. ആ ശിവസേനയിലേക്ക് ഒറ്റച്ചാട്ടം, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. അപ്പോൾ ഇവരെന്താ പറയുന്നത്? ഇത്തരം ആളുകളുടെ, കോൺഗ്രസ് പറയാണ്, ഇത്തരം ആളുകളുടെ നിലപാടില്ലായ്മയാണ് പ്രശ്നം, എന്നാണ് കോൺഗ്രസിന് ഒരു തകരാറും വരില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇതല്ലേ കോൺഗ്രസിൻ്റെ കുഴപ്പം? ഈ പാർട്ടിക്കാകെ നിലപാടില്ല, ആര് പോയാലും യാതൊരു പ്രശ്നം. ഈ അവസാനം ഇപ്പോൾ നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ പോണ്ട, കേരളത്തിൽ ഇന്നലെ ഒരു കോൺഗ്രസിൻ്റെ DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പ്രദീപ് വട്ടിപ്പുറം, ഒറ്റയടിക്ക് പോന്നു. ഇപ്പോൾ CPI-യുമായി സഹകരിച്ച് പ്രവർത്തിക്കാമെന്നാണ് ഇന്നലെ കണ്ണൂരിലെ അഴീക്കോട് മന്ദിരത്തിലെത്തി ഈ അദ്ദേഹം പറഞ്ഞത്. ആര്? പ്രദീപ് വട്ടിപ്പുറം. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അമിത്ഷായും കണ്ണൂരിൽ മത്സരിക്കുന്ന K. സുധാകരനുമായി രഹസ്യധാരണയിലെത്തിയിരിക്കുന്നു.
ഇതിനു മുമ്പ് രാജ്യസഭാംഗത്വവും സഹമന്ത്രി പദവും തന്നാൽ കോൺഗ്രസ് വിട്ടുപോകാൻ ഒരു മടിയുമില്ല, അതിന് തയ്യാറാണ് എന്ന് കെ സുധാകരൻ അമിത്ഷായുമായി കരാറുണ്ടാക്കിയിരുന്നു. അത് അങ്ങനെയൊക്കെയുള്ള പ്രത്യാരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ ഒന്നും വെരാസിറ്റി പരിശോധിക്കാൻ ഇപ്പോൾ ഉദ്യമിക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എ സജീവൻ, ഞാൻ നേരത്തെ ശ്രീമതി ദീപ്തിയോട് ഉന്നയിച്ച കുറേ അധികം പേരുകളുണ്ടല്ലോ, SM കൃഷ്ണ മുതൽ ആസാമിലെ ഹേമന്ത ബിശ്വാസ ശർമ്മ വരെയുള്ള പേരുകൾ, അല്ലെങ്കിൽ നജ്മ ഹെപ്തുള്ള മുതൽ ഇന്ന് ഇപ്പോൾ കോൺഗ്രസ് ജീവിതം അവസാനിപ്പിച്ച പ്രിയങ്ക ചതുർവേദി വരെയുള്ള ആളുകൾ. കോൺഗ്രസിന് അധികാരം നഷ്ടമാകുന്നു, BJP ഒരു കുറേ കാലത്തേക്കുള്ള അധികാര കേന്ദ്രമായി വരുന്നു എന്ന തോന്നലിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോവാം എന്ന് തോന്നുന്ന ഒരു സംഗതി ഈ നേതാക്കളെയൊക്കെ ഭരിച്ചിരിക്കാം. പക്ഷേ ഇവിടെ TP ശ്രീനിവാസനാകട്ടെ, KS രാധാകൃഷ്ണൻ ആവട്ടെ, TP സെൻകുമാർ ആവട്ടെ, അല്ലെങ്കിൽ രാമൻ നായരോ പ്രമീള ദേവിയോ ആവട്ടെ, ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇവിടെ BJP അല്ല ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്, കോൺഗ്രസ് തകർന്നു പോയിട്ടുമില്ല. അപ്പോൾ ഈ പറയുന്ന കാരണം ഈ പറയുന്ന അധികാരമോഹം മാത്രമല്ല അതിനുള്ള കാരണം, ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെങ്കിലും എന്നുള്ളത് വ്യക്തമല്ലേ? അല്ല, അതിലൊരു കാര്യമുള്ളൂ. ഒന്ന്, കേരളത്തിൽ പോലും അധികാരമോഹത്തിനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തേത്, കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും, ഞാൻ പറയുന്നത് മറ്റുള്ള ആളുകളുടെ കാര്യമല്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും അതൊരു വലിയ അകലമായി തോന്നുന്നില്ല. ഒരു കാരണം, ഇപ്പോൾ നമ്മൾ ശബരിമല പ്രശ്നം എടുക്കാം. ശബരിമല പ്രശ്നം ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? ഉയർത്തിക്കൊണ്ടുവന്ന് BJPക്ക് വേണ്ടിയിട്ട് BJPയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്. പ്രേരണകുമാരി ഉൾപ്പെടെയുള്ള ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ ആളുകൾ അവർ കൊണ്ടുവന്നു. ആ സംഭവം 12 വർഷം മുമ്പ് ആ കേസ് രംഗത്ത് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPക്കാർ ഭയ്യാജി ജോഷി എന്ന് വിളിക്കുന്ന സുരേഷ് ജോഷി, ഈ RSSന്റെ രണ്ടാമത്തെ ആള്, ആ രണ്ടാമത്തെ പ്രമുഖനായിട്ടുള്ള സുരേഷ് ജോഷി ഉൾപ്പെടെയുള്ള ആളുകൾ, കേരളത്തിലാണെങ്കിൽ ഹരി, RSSന്റെ ഉന്നത നേതാക്കന്മാരായിട്ടുള്ള ഹരിയും സഞ്ജയനും ഉൾപ്പെടെയുള്ള ആളുകൾ, രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഒടുവിൽ ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരെല്ലാവരും പ്രകീർത്തിച്ച ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം കൊടുക്കണമെന്നുള്ളത്. പക്ഷേ വിധി വന്നപ്പോഴെന്തായി? വിധി വന്നപ്പോൾ അവർ അതിന് കാറ്റപ്പുറത്തേക്കാണെന്ന് കണ്ടപ്പോൾ അവർ ഇത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഈ പ്രശ്നം സത്യത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്ന എന്താണ്? BJPയുടെ ഈ കള്ളക്കളി പുറത്തു കണ്ടുവരിക. ആ സംഭവത്തിൽ പക്ഷേ അങ്ങോട്ട് പോയില്ല. അതിലേക്ക് പോകുന്നതിന് പകരം സംസ്ഥാന സർക്കാർ ധൃതി കാണിച്ചു എന്നുള്ള അഭിപ്രായമൊക്കെ എനിക്കുണ്ട്. ഒരു പക്ഷേ മനോജ് സമ്മതിക്കില്ല. ഇത് അനാവശ്യമായ ധൃതി കാണിച്ചു, അല്ലെങ്കിൽ 1-2 പേര് അവിടെ തള്ളിക്കയറ്റാൻ, ഇരുട്ടിൻ്റെ മറവിൽ കയറ്റാനായിട്ട് ശ്രമിച്ചു. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി വിധിയാണ്. അതെല്ലാ സുപ്രീം കോടതി വിധിയും നടപ്പാക്കുന്നുണ്ടുള്ള ചോദ്യം വേറെ. പക്ഷെ എന്നാൽ പോലും സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ഒരു സർക്കാർ തയ്യാറായാൽ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആ സമയത്ത് അതിനെ തള്ളിപ്പറയുക, സംസ്ഥാന സർക്കാരിനെതിരെ ഭീകരമായ രീതിയിൽ പോവുക, ഏതാണ്ട് BJP പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ കാര്യങ്ങൾ പോവുക, സമരവുമായി രംഗത്ത് വരെ നിങ്ങൾ കൊടി പിടിക്കാൻ നേരത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ടൊക്കെയാണല്ലോ രാമൻ നായർ അപ്പുറം പോയത്. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഗാന്ധിയനായ KS രാധാകൃഷ്ണപ്പുറം പോകുന്നത്. എല്ലാ ആളും, ശ്രീനിവാസൻ ഉൾപ്പെടെ എല്ലാ ആളുകളും പോകാൻ എന്താ കാരണം? ഈ അകലം കാണുന്നില്ല. ശക്തമായ നിലപാട് ഉത്തരേന്ത്യയിലാണെങ്കിൽ പോലും, ഉത്തരേന്ത്യയിൽ എടുക്കുമ്പോൾ പോലും അവിടെ എടുക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ, നേരത്തെ ദീപ്തി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഗാന്ധിസം വിട്ടുകൊണ്ട് മോദിസത്തിലേക്ക്, അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്ന ഈ ഗോഡ്സെയുടെ ഭാഗത്തേക്ക് പോവുക, ഇത് പറയുന്നത്. പക്ഷേ ഗാന്ധിസം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് ആ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് എന്നൊരു ആത്മപരിശോധന നടത്തണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രിയങ്ക ചതുർവേദി പോയപ്പോഴെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഒരു ആത്മപരിശോധന വേണ്ടതാണെന്ന് കോൺഗ്രസിന് അവർ ചെയ്യുമോ ഇല്ലാനുള്ള കാര്യമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും തോന്നേണ്ടതാണ്. കാരണം പല നിലപാടുകളും ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും കോൺഗ്രസ് എടുക്കുമ്പോൾ അത് BJPക്ക് നേട്ടമാവുന്നു. ഇവിടെ നേട്ടം കൊയ്തതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ശബരിമല വെച്ചുകൊണ്ട് പറഞ്ഞത്. ഓരോ കാര്യത്തിലും BJPയുടെ പാളയത്തിലേക്ക് പന്ത് പോകാത്ത രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ ഒരു അബദ്ധം കോൺഗ്രസിന് പറ്റി എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ശരി തെറ്റുകൾ എനിക്ക് തോന്നുന്നു കേരളത്തിന് തന്നെ ചർച്ച ചെയ്യേണ്ടി വരും. PM മനോജ്, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യാൻ കഴിയുമോ? നമ്മുടെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ കോൺഗ്രസിൽ നിന്ന് ആൾ പോയാണ്
സോഷ്യലിസ്റ്റ് പാർട്ടികൾ, സ്വതന്ത്ര പാർട്ടി, ജനതാ പാർട്ടി, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. പല നേതാക്കളും അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്. അതിനുശേഷവും പോക്ക് തുടരുന്നു. അതുകൊണ്ട് ആ പാർട്ടി എന്തിന് നിലകൊള്ളുന്നു, ആ പാർട്ടി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുന്നത് ഒരു വിഷയമാണോ? അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് ആളുകൾ പോകുക, മറ്റൊരു പാർട്ടിയിൽ ചേരുക എന്നത് ഇന്ത്യ രാഷ്ട്രീയത്തിൽ, വിശേഷിച്ചും ബൂർഷ്വാ രാഷ്ട്രീയത്തിൽ വളരെ സർവ്വസാധാരണമായ സംഭവമാണ്. ഇപ്പോൾ 1977 കൂട്ടത്തോടെ കോൺഗ്രസ് നാട് പോയി. അപ്പോഴാണ് നമ്മൾ മുദ്രാവാക്യം വിളിച്ചത് ജഗജീവൻ പോയി, ജീവൻ പോയി, ബഹുഗുണ പോയി, ഗുണവും പോയി എന്നൊക്കെ. അപ്പോൾ അന്ന് അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് തകർന്ന് തരിപ്പണായിപ്പോയി. ഇന്ദിരാഗാന്ധി തോറ്റ് തുന്നമ്പാടി അവസാനം ജയിലിലുമായി. പിന്നെ ജയിച്ചു വന്നെന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നേരത്തെ ദീപ്തി പറഞ്ഞല്ലോ കരുണാകരൻ പോയിന്ന്. യഥാർത്ഥത്തിൽ അന്ന് AK ആന്റണി പോയി കോൺഗ്രസ് നിന്ന്, ഉമ്മൻചാണ്ടി പോയി കോൺഗ്രസ് നിന്ന്. ഇങ്ങനെ കോൺഗ്രസ്സിൽ ഇന്ന് വലിയ ആളുകളായിട്ട് നിൽക്കുന്ന പലരും അന്ന് കോൺഗ്രസ് വിട്ടുപോയി. അവർ പിന്നെയും കോൺഗ്രസ് എത്തി. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇതൊരു ആൾക്കൂട്ടമാണ്. അവിടെ ഒരു സത്രം പോലെയാണ്, ആർക്കും കയറി ചെല്ലാം, ആർക്കും ഇറങ്ങിപ്പോകാം, അങ്ങനെയൊക്കെ ഒരു പാർട്ടിയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതാണ് നമ്മുടെ ഒരു കടമ. ആ അടിസ്ഥാന കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർക്കുള്ള ഈ ദാർഢ്യമില്ല, ഉറപ്പില്ലായ്മ എന്ന് പറയുന്നില്ലേ, അതാണ്. അതായത് ഒരു നയം, ഏതാണ് അവരുടെ നയം അവർക്ക് പറയാനില്ല. എങ്ങനെ ഇപ്പോൾ രാജ്യത്ത് BJPയുടെ ഇത്രയും വലിയ കടന്നാക്രമണം നടത്തുന്നു, RSS പിടിമുറുക്കുന്നു, മോദി പിന്നെയും വരാനുള്ള സന്നാഹം ഒരുക്കുന്നു. ആ സമയത്ത് കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ തോൽപ്പിക്കേണ്ടത് എന്നൊരു ഹോംവർക്കെങ്കിലും നടത്തണ്ടേ? രാജ്യത്താകെയുള്ള മുന്നണികളുടെ അവസ്ഥ എടുത്ത് നോക്ക്. എവിടെയാണ്? ഡൽഹിയിൽ എന്തുകൊണ്ടാണ് മുന്നണി ഉണ്ടാക്കാതിരുന്നത്? UPയിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തകർന്നടിഞ്ഞ് 2 സീറ്റിലേ ഉള്ളൂ ഇപ്പോൾ അവിടെ. അവിടുന്ന് ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതകൾ, സഖ്യത്തിൻ്റെ സാധ്യതകൾ ഗൗരവത്തിൽ ആരായാനും ഗൗരവത്തിൽ ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് കഴിയാത്തത്? എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ? മതനിരപേക്ഷ ശക്തി അധികാരത്തിൽ വേണം, BJPയെ താഴെ ഇറക്കണം എന്ന് പ്രഖ്യാപിത നിലപാടുള്ളതാണ് ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷം പിന്നെ മത്സരിക്കുന്ന വയനാട്ടിൽ തന്നെ എന്തിന് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടു നിർത്തി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ മതി കോൺഗ്രസിൻ്റെ ദാർഢ്യമില്ലായ്മ ഉറപ്പാക്കാൻ. ഇങ്ങനെ ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു പാർട്ടി ഇന്ന് ആർക്കും ഇറങ്ങിപ്പോകാലോ? ശരി, അതുകൊണ്ടാണ് വടക്കം പോകുന്നത്. ഈ വടക്കനും പിന്നെ ഈ ചതുർവേദിയൊക്കെ വളരെ ചെറിയ മീനുകളാണ്. മറുപടി പറയേണ്ട ശ്രീമതി ദീപ്തി ഒരല്പം മുൻപ് സ്റ്റുഡിയോ വിട്ടു പോയതിനാൽ ഈ ചർച്ച ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം കഴിഞ്ഞാലും ഈ ചർച്ച അന്തരീക്ഷത്തിൽ നിലനിൽക്കും എന്ന്. ആ തരത്തിലൊക്കെയുള്ള കൂടുമാറ്റങ്ങൾ നമ്മൾ ഇനി കേന്ദ്രത്തിലെ അധികാര കേന്ദ്രം മാറിയാൽ വീണ്ടും കാണാനിരിക്കുന്നു. അതുകൊണ്ട് കൂടുവിട്ട് കൂടുമാറുന്നതിൻ്റെ രഹസ്യവും അതിന് പിന്നിലെ കാരണവും എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും നല്ല നിലയ്ക്ക് അവലോകനം ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം തന്നെയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ എ സജീവൻ, ശ്രീ PM മനോജ്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.